أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ആമീൻ. അങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൻ നബ ആണ്. ഓരോ സൂക്തവും എത്ര കണ്ട് പറഞ്ഞാലും മതിവരാത്ത അത്രയും ആഴത്തിലാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹു വെച്ചിട്ടുള്ളത്. ഇതിന് തൊട്ടു മുമ്പുള്ള 3 ആഴ്ചകളിലായി ഇണകളുമായുള്ള സമീപനത്തിന്റെ ഒരായത്തും പിന്നീട് മനുഷ്യ ശരീരത്തിൽ അല്ലാഹു ഉറക്കമെന്ന വ്യവസ്ഥ എന്തിനാണെന്നും അതെത്ര കണ്ട് എങ്ങനെ സൂക്ഷ്മതയിൽ മനുഷ്യൻ ഉപയോഗപ്പെടുത്തണം എന്ന് പറയുന്ന ഒരായത്തും, അതിനുശേഷം ഇണകളുമായുള്ള ജീവിതത്തിലും മനുഷ്യന്റെ സമാധാനത്തിനുമൊക്കെ അല്ലാഹു മനുഷ്യ ശരീരത്തിൽ നിലനിർത്തിയിട്ടുള്ള വികാരങ്ങളുടെ പൂർത്തീകരണത്തിന് അതെപ്രകാരമാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുമാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഇന്ന് അതിന് ശേഷമുള്ള 11-ാമത്തെ ആയത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. وَجَعَلْنَا النَّهَارَ مَعَاشًا وَجَعَلْنَا النَّهَارَ مَعَاشًا അല്ലേ? ഇത്രേ പറഞ്ഞുള്ളൂ. പറയുമ്പോ ചെറുതാണ്. നാം ആണ് ആക്കി വെച്ചത് എന്തിനെ? അന്നഹാറ, പകലിനെ എന്താക്കി വെച്ചു? മആശ, ഫോർ സീക്കിംഗ് ലിവ്ലിഹുഡ്, മഈശത്തിന് ജീവിതമാർഗത്തിന്റെ ഉപാധിയായി പകലിനെ സംവിധാനിച്ചവൻ ഞാനാണ് എന്നാ പറഞ്ഞത്. വി ഹാഡ് മെയ്ഡ് ദ ഡേ ഫോർ സീക്കിംഗ് ലിവ്ലിഹുഡ്. അതിമനോഹരം അല്ലേ? മനുഷ്യനെ പകലിനെ അല്ലാഹു തയ്യാറാക്കി വെച്ചിട്ടുള്ളത് നിന്റെ ജീവിതമാർഗം തേടാനാണ് എന്ന് പറയാം. എന്താണ് ഇതുകൊണ്ട് അല്ലാഹു ഉദ്ദേശിച്ചത്? നമ്മളൊക്കെ പകലിൽ ജോലി എടുക്കുന്നവരാണ് അല്ലേ? ആ ജോലിക്ക് പോയിക്കോ, അതിനാണ് പകൽ എന്ന് മാത്രമല്ല, മറിച്ച് അതുകൊണ്ട് ഇത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത്. അത് നല്ല രീതിയിൽ പറയാൻ എനിക്കും അതിൻ്റെ അതേ സെൻസിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകും. നമുക്കറിയാം, ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. Can we imagine human beings without the feeling of hunger? സാധിക്കോ? മനുഷ്യനെ അല്ലാഹു പരിചയപ്പെടുത്തിയത് അല്ലാഹുവിന്റെ മാസ്റ്റർ പീസ്, ഉത്കൃഷ്ട സൃഷ്ടിയാണ്. ആ ഉത്കൃഷ്ട സൃഷ്ടിയാകുന്ന മനുഷ്യന്റെ ശരീരത്തിൽ വിശപ്പെന്ന ഇമോഷൻ, വികാരം ഇല്ലാത്ത ഒരു മനുഷ്യനെ നമ്മൾ സങ്കല്പിച്ചാൽ എന്ത് സംഭവിക്കും?
സങ്കല്പിക്കാനോ സ്വപ്നത്തിൽ പോലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇനി അങ്ങനെ ഒരാൾ, ഞാനും നിങ്ങളും, വിശപ്പെന്ന വികാരം മനുഷ്യ ശരീരത്തിൽ ഇല്ലാത്ത ഒരവസ്ഥയെ നമ്മളൊന്നാലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും. Creation of human as the masterpiece will remain imperfect. അതില്ലെങ്കിൽ മനുഷ്യന് പൂർണ്ണതയില്ല. അല്ലേ? വിശപ്പുണ്ടാകുമ്പോഴാണ് നമുക്ക് പൂർണ്ണത വരുന്നത് എന്നർത്ഥം. വിശപ്പാകുന്ന വികാരമില്ലാത്ത മനുഷ്യനെ സങ്കല്പിച്ചാൽ മനുഷ്യന്റെ സൃഷ്ടിപ്പും നിർമ്മാണവും ഇംപെർഫെക്റ്റ് ആവും. ഇഹ്സാൻ ഉണ്ടാവില്ല, പെർഫെക്ഷൻ, പൂർത്തീകരണം സംഭവിക്കുകയില്ല. എന്തിനാ അത് വെച്ചത്? ഇങ്ങനെ ഒരു വികാരത്തെ വെച്ചത്? The emotion of hunger in human beings is the reason for the mobility of human life on earth. മനുഷ്യ ജീവിതത്തിന്റെ സകല സൗന്ദര്യവും ചടുലതയും താളവും ആശ്രയിച്ചിരിക്കുന്നത് ഈ വിശപ്പെന്ന വികാരം അടക്കാൻ വേണ്ടി മനുഷ്യന്റെ നെട്ടോട്ടമാണ് ഭൂമിയുടെ സൗന്ദര്യം. അതില്ലാത്ത ഭൂമി എത്ര നിഷ്ക്രിയമായിരിക്കും. മനുഷ്യന് വിശപ്പില്ല, അതടക്കാൻ അവന് ഒരു ഓട്ടമില്ല എങ്കിൽ പിന്നെ ഈ ഭൂമി എത്ര വിരസമായിരിക്കും. ദ ബാരൻ, അല്ലേ? എത്ര മോശമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. ഇമാജിൻ ചെയ്യാൻ പോലും നമുക്ക് കിട്ടില്ല, അനുവദിക്കില്ല മനസ്സ്. അങ്ങനെ വിശപ്പില്ലാത്ത മനുഷ്യരും വിശപ്പടക്കാൻ ഓടാത്ത മനുഷ്യന്റെ ജീവിതവും ഭൂമിയിൽ നാം സങ്കല്പിച്ചാൽ the creation of earth will be meaningless. അല്ലാഹു എന്തിനു വേണ്ടിയിട്ടാണോ ഭൂമി സൃഷ്ടിച്ചത് അതിനർത്ഥമില്ലാണ്ടായിപ്പോ, അല്ലേ? അതിനൊരർത്ഥം ഉണ്ടാവൂല. അതുകൊണ്ട് ഭൂമിക്കർത്ഥമുണ്ടാക്കാൻ, മനുഷ്യ ജീവിതത്തിന് പൂർണ്ണത നൽകാൻ അള്ളാഹു ഈ വികാരം നൽകി. ആ വികാര അവസ്ഥ നിങ്ങൾ അറിയണോ? The first emotion that a human being experience is the feeling of hunger. ആത്മാവിൽ ശരീരം പൊതിഞ്ഞ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മനുഷ്യ കുഞ്ഞിന്റെ കാല് പതിച്ചപ്പോ ആദ്യമായി ആ കുഞ്ഞിന് അനുഭവപ്പെട്ട ശരീരത്തിന്റെ വികാരം അത് വിശപ്പാണ്. ഓ, ഹൗ ബ്യൂട്ടിഫുൾ ദ ക്രിയേഷൻ ഈസ്. എന്ത് ഭംഗിയുണ്ട് അതിന്. അവൻ ആദ്യം അനുഭവിച്ചറിഞ്ഞത് വിശപ്പാണ്. നമ്മൾ മുതിർന്നവരെന്ന നിലയിൽ ഒരു കുഞ്ഞിന്റെ ആദ്യമടക്കിയ വികാരവും വിശപ്പാണ്, അല്ലേ? നമ്മളപ്പോ എന്ത് ചെയ്യും? നേരെ കുട്ടിക്ക് വെള്ളോ പാലോ കൊടുക്കൂലേ? That means hunger is the basic emotion of all. മനുഷ്യന്റെ ശരീരത്തിൽ എണ്ണിയാൽ ഒതുങ്ങാത്ത വികാരങ്ങളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വികാരമാണ് വിശപ്പ് എന്നത്, അല്ലേ? അങ്ങനെ ആകുമ്പോ പിന്നെ എന്തുണ്ടാകും? പിന്നെ അപ്പൊ the greatest responsibility over our body, മനുഷ്യന്റെ ശരീരം ഭൂമിയിൽ, മനുഷ്യ ജീവിതം ഭൂമിയിൽ ശരീരപ്രധാനമാണ്. ശരീരത്തിന്റെ ആഗ്രഹങ്ങളാണ് മുന്നിട്ട് നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ശരീരത്തോട് എനിക്കും നിങ്ങൾക്കും നിർവഹിക്കുവാനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം ടു ഫുൾഫിൽ ദിസ് എക്സ്ട്രീം ഡിസയർ, വിശപ്പടക്കുക, അടക്കിക്കുക, ശരീരത്തെ കാത്തുകൊള്ളുക എന്നതാണ് നമ്മുടെ മേലിലുള്ള ഉത്തരവാദിത്വം, അല്ലേ? ആ ഉത്തരവാദിത്വം പൂർത്തീകരിക്കാനാണ്. ഇത് ബേസിക് വികാരമാണ് എന്ന് പറയാൻ കാര്യം, വിശപ്പ് മാത്രമാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ഉള്ളത്. എന്താ വിശപ്പിന്റെ സ്റ്റാറ്റസ്? എ റെഗുലർ ആൻഡ് കണ്ടിന്യൂസ് ഡിസയർ ടിൽ ദ ലാസ്റ്റ് ബ്രീത്ത്. ഉദാഹരണത്തിന് ദേഷ്യം എന്ന വികാരം, എനിക്ക് ഇപ്പൊ ഒന്ന് ദേഷ്യം വന്നാൽ ഒരു വർഷം കഴിഞ്ഞേ എനിക്ക് ചിലപ്പോൾ ദേഷ്യം വരൂ. എനിക്ക് സിമ്പതി എന്ന് പറയുന്ന ഇമോഷൻ ഇപ്പോൾ തോന്നിയാൽ പിന്നീട് ചിലപ്പോ മരണം വരെ ഒരാളോടും സിമ്പതി തോന്നണമെന്നില്ല. പക്ഷേ വിശപ്പ് അങ്ങനെയല്ലല്ലോ. 3 മണിക്കൂർ കഴിഞ്ഞാൽ ഇരിക്കപ്പൊറുതി ഉണ്ടോ നമുക്ക്? അല്ലേ?
3-4 മണിക്കൂർ മുമ്പ് വയറ് നിറച്ച് കഴിച്ചിട്ട് ഇനി വയ്യാന്ന് വിചാരിച്ചിട്ട് പോന്നതാ, 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഇതാ വീണ്ടും വയറിൽ കാളാൻ തുടങ്ങി. അല്ലേ? ആ വികാരം അങ്ങനെയാണ്. അത് ബേസിക് ഇമോഷൻ ആയതുകൊണ്ട് മനുഷ്യൻ മരണത്തിന് തൊട്ട് മുമ്പ് വരെ സകല വികാരങ്ങളും മനുഷ്യ ശരീരത്തിൽ നിന്ന് ഒന്നൊന്നായി റബ്ബ് കൊഴിച്ചു കൊണ്ടുപോയാലും മരിക്കുന്ന അവസാന നിമിഷം വരെ അവന്റെ ശരീരത്തിൽ പോകാതെ ഒന്നാഗ്രഹിച്ചു പോകുന്നത് ഒന്ന് വയറ് നിറച്ചൊന്ന് കഴിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്നാണ്. ബാക്കി ഒരു വികാരം ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഉള്ളിന്റെ ഉള്ളിൽ തീരാത്ത ഒരു ആഗ്രഹം ഉണ്ടാവും, എനിക്കൊന്ന് ഭക്ഷണം കഴിക്കണമായിരുന്നു. അല്ലേ? ഈ വികാരമായതുകൊണ്ടാണ് നമ്മൾ കൊലക്ക് വിധിക്കപ്പെട്ട മനുഷ്യന് വയറ് നിറച്ച ആഹാരം കൊടുക്കാറുണ്ട്. അതൊരു പൊളിറ്റിക്കൽ ലോയാണ്. കാരണം മനുഷ്യ ശരീരത്തിൽ വേറെ എന്തൊക്കെയുണ്ട് വികാരങ്ങള്? എന്റെ അച്ഛനെ കാണണം, അമ്മാനെ കാണണം, കുട്ടിയെ കാണണം, ഇതിനൊന്നും അവൻ പറയാതെ അവരത് വാരി കഴിക്കുകയും ചെയ്യും. കാരണം അങ്ങനെയാണ് മനുഷ്യ ശരീരത്തില് ഈ വികാരത്തെ അല്ലാഹു നിർത്തിയിട്ടുള്ളത്. അപ്പൊ ഇത് പൂർത്തീകരിക്കാൻ, ഈ വിശപ്പ് പൂർത്തീകരിക്കാൻ മറ്റിതര ജീവജാലങ്ങൾക്ക് കൊടുത്ത സംവിധാനം മനുഷ്യന് മാത്രം കൊടുത്തിട്ടില്ല. പറവകൾക്കുള്ളതുപോലെ, കന്നുകാലികൾക്കുള്ളതുപോലെ, പുഴുക്കൾക്കും ശലഭങ്ങൾക്കും ഉള്ളതുപോലെയല്ല നമ്മുടെയൊക്കെ വയറ് നിറയേണ്ടത്. അതിന് മനുഷ്യനായിട്ട് പണിയെടുക്കേണ്ടതുണ്ട്. നമ്മൾ പറയും പക്ഷി പണിയെടുക്കുന്നില്ലേന്ന്, പക്ഷെ പക്ഷിക്കറിഞ്ഞുകൂടാ ഐ ആം വർക്കിംഗ് ഹാർഡ്. അല്ലേ? ഞാൻ എന്റെ വിശപ്പടക്കാനാണ് ഇത്രയും കഷ്ടപ്പെടുന്നു എന്ന ബോധം അതിനറിയില്ല. അവര് കഷ്ടപ്പെടണമൊക്കെ ഉണ്ട്, പക്ഷേ അവർക്കറിഞ്ഞുകൂടാ ഞാൻ എന്റെ വിശപ്പിനെ അടക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പാടുപെടുന്നത് എന്ന് അവർക്കറിഞ്ഞുകൂടാ. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. ഈ ആഗ്രഹം പൂർത്തീകരിക്കാൻ അവൻ ശ്രമിച്ചേ മതിയാകും. അല്ലെ? സിസ്റ്റമാറ്റിക്കായി അവൻ അതിന് ശ്രമിച്ചു കൊണ്ടേയിരിക്കണം. അതാണ് നമ്മൾ ഇനി പറയേണ്ടത്. അല്ലെ? അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്. The whole vibrancy of human life is the state of hunger and the vitality is in seeking livelihood. മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും രസകരമായ അവസ്ഥ വിശപ്പ് എന്ന അവസ്ഥയാണ്. ഭൂമിയുടെ ചടുലത നിലനിൽക്കുന്നത് ഈ ഓരോ മനുഷ്യനും അവന്റെ കുടുംബത്തെ പോറ്റാൻ, അവന്റെ ശരീരത്തിന്റെ വിശപ്പടക്കാനുള്ള ഈ നെട്ടോട്ടത്തിലാണ് ഭൂമിയുടെ സൗന്ദര്യമുള്ളത് എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അല്ലേ? അപ്പൊ എന്തായി? മനുഷ്യന്റെ ലിവ്ലിഹുഡും മറ്റിതര ജീവനുള്ള ജീവജാലങ്ങളുടെ ലിവ്ലിഹുഡിനും തമ്മിലുള്ള വ്യത്യാസം എന്നത് എല്ലാ അള്ളാഹുവിന്റെ സൃഷ്ടികൾക്കും മനുഷ്യൻ ഒഴിച്ച് ലിമിറ്റഡ് അവൈലബിലിറ്റി ഫോർ ഓൾ അതർ ലിവിംഗ് ബീങ്സ്. ലിമിറ്റഡ് ആയ അവൈലബിലിറ്റി മാത്രമേ അവർക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് അവർക്ക് ഒന്നിനും സാധിക്കുകയില്ല. അല്ലേ? കാക്കയും പൂച്ചയും പശു ആഹരിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള അവൈലബിലിറ്റിക്കപ്പുറത്ത് അവന് പോവുക സാധിക്കില്ല. പക്ഷേ മനുഷ്യൻ അങ്ങനെയല്ല. അബണ്ടൻസ് ഓഫ് റിസോഴ്സസ്, ഒരുപാട് അല്ലേ? പിന്നെ ലിമിറ്റ്ലെസ് അവൈലബിലിറ്റിയാണ് മനുഷ്യനുള്ളത്. അതുകൊണ്ട് അല്ലാഹ് പറയാണെന്ത്? മനുഷ്യൻ നിർബന്ധിതനാണ്. എന്തിനാ? അവന്റെ എല്ലാ എഫർട്ടും അവൻ എടുത്തിരിക്കണം. എന്തിന്? ഇൻ യൂട്ടിലൈസിങ് this natural resources to his interest. മനുഷ്യന്റെ ആഗ്രഹത്തിനനുസരിച്ച് രാവും പകലും ഇതിനു വേണ്ടി പണിയെടുക്കാൻ മനുഷ്യൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. ഡെസ്റ്റൈൻഡ് ആണ്, ഒബ്ലൈജ്ഡ് ആണ്, നമ്മൾ വിധിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ നോക്കിയേ, നമ്മുടെയൊക്കെ ആയുഷിന്റെ പരമമായ ഭാഗം നമ്മൾ ചെലവഴിച്ചിട്ടുള്ളത് നമ്മുടെയൊക്കെ ലിവ്ലിഹുഡ് തേടിയ, ജീവിത വരുമാനം തേടിയുള്ള വെറും യാത്ര മാത്രമാണ് മനുഷ്യന്റേതാണ്. അല്ലേ? അതിനു വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ് നമ്മൾ.
അതുകൊണ്ടോ ഈ മനുഷ്യന്റെ ഈ തേട്ടത്തെ, ഈ ഓടലിനെ, ഈ മണ്ടിപ്പായലിനെ, നമ്മളിങ്ങനെ ഓട്ടത്തെ ഇസ്ലാം കാണുന്നത് എൻഡീവർ ഫോർ ഏർണിംഗ് ദ ലിവ്ലിഹുഡ് ഈ സീക്രട്ട് ആൻഡ് കമ്പൽസറി. അത് നിർബന്ധവും പരിപാവനവുമാണ്. തന്റെ കുടുംബത്തെ നോക്കുവാൻ, തന്റെ വിശപ്പടക്കുവാൻ ഒരു മനുഷ്യന്റെ ശ്രമം ഇസ്ലാമിക പെർസ്പെക്റ്റീവിൽ അത് സീക്രട്ട് ആണ്, കമ്പൽസറിയാണ്. അല്ലേ? ഒരാൾ ജീവിതമാർഗം തേടാതെ വീട്ടിലിരിക്കുന്നത് അല്ലാഹു അനുവദിച്ചിട്ടില്ല. അവനെ പുറത്തു കളയണം. തേനീച്ചയിലേക്ക് നോക്കാൻ അല്ലാഹു നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. തേനീച്ചക്ക് അല്ലാഹു ജീവിതത്തിൽ ഏർപ്പാടാക്കിയ ഒരു ശ്രമമുണ്ട്. ആ ശ്രമം ചെയ്യാതെ, അത് നടത്താതെ അതിന്റെ കൂട്ടിലിരിക്കുന്ന ഒരാളെ പുറത്താക്കും. ജോലിയെടുക്കാതെ, ജീവിതമാർഗം തേടാതെ വീട്ടിലിരിക്കുന്ന ഒരാളുണ്ടായാൽ അത് കണ്ടേജിയസ് ആണ്, അത് പകരുന്ന രോഗമാണ്, മറ്റൊരാളിലേക്കും അത് പരക്കും. അപ്പൊ നിർബന്ധമായും ഒരാൾ പണിയെടുത്തേ പറ്റൂ. ആ ശ്രമത്തെ, മനുഷ്യന്റെ ജീവിതത്തിന്റെ ആകത്തുക തന്നെ വിശപ്പടക്കാനുള്ള അവന്റെ ജീവിത വരുമാനം തേടിയുള്ള യാത്രയാണ്. പകലിന്റെ നിർമ്മാണം പോലും അതിനാണെന്ന് അതിന് തന്നെയാണത്. ആ നെട്ടോട്ടത്ത് ഇസ്ലാം കാണുന്നത് സീക്രട്ട് ആണ്, പരിപാവനമാണ്. എങ്ങനെയാണ് അത് പരിപാവനമാകുന്നത്? ഏതെങ്കിലും ഒരാൾ തന്റെ കുടുംബത്തെ നോക്കുവാൻ ഭാരിച്ച അപകടം പിടിച്ച ഒരു പണിക്ക് പോയി എന്ന് ധരിക്കുക. അല്ലേ? ഈ ഫ്ലാറ്റിന്റെ പണിക്കാണ് ഒരാള് പോയതെന്ന് ധരിക്കുക. അതിന് പെയിന്റ് അടിക്കണം. അതിന് പെയിന്റ് അടിക്കുന്ന അവസ്ഥ നിങ്ങൾ കണ്ടിട്ടില്ലേ? നമുക്കത് താഴെ നിന്ന് നോക്കിയാൽ ഒരു മനുഷ്യൻ ഇങ്ങനെ കയറുകൊണ്ടുണ്ടാക്കിയ ഈ ഏണിയിൽ തൂങ്ങിപ്പിടിച്ച് ഒരു കൈ കൊണ്ട് ഈ കയറിലും മറു കൈ കൊണ്ട് ബ്രഷും ചെയ്ത് അയാൾ തൂങ്ങിക്കിടന്ന് അഭ്യാസവും സർക്കസും കാണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തിനാണ് അത് ചെയ്യുന്നത്? കത്തിക്കാളുന്ന ഈ വിശപ്പടക്കാൻ എന്നെ പ്രതീക്ഷിച്ച് എന്റെ വീട്ടിലിരിക്കുന്ന കുറെ മനുഷ്യരുണ്ട്. ആ മനുഷ്യരുടെ വയറ് നിറക്കുവാൻ അവൻ ശ്രമിക്കുന്നതിനിടയിൽ അപകടം പറ്റി താഴെ പതിച്ച് അവൻ മരണപ്പെട്ടാൽ അവൻ അല്ലാഹുവിന്റെ മാർഗത്തിലെ ഷഹീദാണ്. ഇത് വലിയ കാര്യം. ജീവിതത്തിലുള്ള വിശപ്പടക്കുവാനുള്ള ഈ നെട്ടോട്ടത്തിനിടയിൽ ഒരാൾ മരണപ്പെട്ടാൽ വരെ അത് ഷഹീദിന്റെ കൂട്ടത്തിലാണ് അല്ലാഹു ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെ വിശപ്പടക്കും? എനിക്കെങ്ങനെ ജോലി കിട്ടും? എന്റെ മക്കൾക്ക് ഞാൻ എന്താഹരിക്കാൻ കൊടുക്കും എന്ന അസ്വസ്ഥത വരെ റിവാർഡിംഗ് ആണ്. ഒരാളുടെ പാപം പൊറുക്കും. എങ്ങനെ പാപം പൊറുക്കും? തേടി അലഞ്ഞൊരു ജോലി കിട്ടാതെ അവസാനം മക്കള് പട്ടിണിയായി നാളെ നേരം പുലരുമ്പോ എന്റെ മക്കൾക്ക് പടച്ചവനെ എന്താണ് കൊടുക്കുക എന്നൊരാൾ അസ്വസ്ഥതപ്പെടുകയോ വേദനിക്കുകയോ ചെയ്താൽ അതയാൾക്ക് പാപമോചനം നൽകും. അത്ര സീക്രട്ടാണിത്. ഒരു ജോലി ചെയ്യുക എന്നത്, അല്ലേ? തമിഴ്നാട്ടിലെ ആളുകൾ പറയാറുണ്ട്, ദൈവം എന്നത്. അതെ, അതൊരു വലോകമാണ്. ജോലിയെ ദൈവതുല്യമായ. അപ്പോ നമ്മൾ പറഞ്ഞത് endeavor for earning the livelihood is sacred and compulsory in Islam. അത് പോയേ മതിയാകൂ. അത് പരിപാവനമായ ഒരു പണിയാണ്. ഇനി മനസ്സിലാക്കുക, ഇസ്ലാം holds high regard for those who strive hard for life. ജീവിതത്തിൽ അമിതമായി കഷ്ടപ്പെടുന്ന, അല്ലെ, അമിതമായി ശാരീരികാധ്വാനമുള്ള പണിയെടുക്കുന്നവരെ ഇസ്ലാം നന്നായി അവനെ പരിഗണിക്കുന്നു. എന്തുകൊണ്ടാണ്? അതെ, ഇസ്ലാമിക ദർശനത്തിൽ
He deserves to be respected. മനുഷ്യരുടെ ആദരവിന് അവൻ അർഹനാണ്. Because he earns his bread by his sweat. അതെ, അവൻ വയറ് നിറക്കാൻ വിയർത്തൊലിച്ചു എന്നതാണ്. അറിയണം, നമ്മുടെ സാമൂഹിക വ്യവസ്ഥയിൽ നേരെ തിരിച്ചാണ്. കഠിനാധ്വാനം ചെയ്യുന്ന, നമ്മൾ ലോ ക്ലാസ് പ്രൊഫഷനായി കണ്ടിട്ടുള്ള ഈ ജോലിയുള്ള മനുഷ്യരെ നമ്മളാരും ആദരിക്കാറില്ല, അല്ലേ? കയ്യിൽ തഴമ്പ് പിടിച്ചവനെ ആദരിക്കണം എന്നാണ് ഇസ്ലാമിന്റെ നിയമം, അല്ലേ? എന്താ കാര്യം? അവൻ വിശപ്പടക്കാൻ നന്നായി വിയർത്തൊലിക്കുന്നുണ്ട്. പകലിലിരിക്കാൻ അവന് കഴിഞ്ഞിട്ടില്ല. അവന്റെ വരുമാനത്തിന് വേണ്ടി പകൽ മുഴുവൻ അവൻ പണിയെടുക്കുകയാണ്, വിയർത്തവൻ ഒലിക്കുകയാണ്. അവനെയാണ് നാം ആദരിക്കേണ്ടത്, അല്ലേ? നന്നായിട്ട് ആദരിക്കണം. നമ്മുടെ സോഷ്യൽ സ്ട്രാറ്റജിയിൽ പ്രൊഫഷൻ ഒരു ഹൈറാർക്കിയുണ്ട്. ആദരിക്കപ്പെടേണ്ട ചില റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ചില ജോലികളുണ്ട്. എന്നാൽ തീരെ നമ്മൾ പരിഗണിക്കാത്ത കുറെ മനുഷ്യരുണ്ട്. പക്ഷേ ഇസ്ലാമിന്റെ ദർശനത്തിൽ ഏറ്റവും കൂടുതൽ പരിഗണന അർഹിക്കുന്നത് ഈ വിഭാഗത്തെ നമ്മൾ ആദരിക്കാൻ, അല്ലെ? ആദരിക്കാൻ പഠിക്കണം. എന്താണ് ആദരിക്കാൻ പഠിക്കണം? കാര്യം ഈ വേർപ്പൊഴുക്കിയിട്ടാണ് അവരത് ചെയ്യുന്നത്. ഇനി ഒന്ന് ആലോചിച്ചു നോക്കി, എന്തൊരു വൈരുദ്ധ്യമാണ് ഒരു പകലിൽ നടക്കുന്നത്. ഓരോ മനുഷ്യനും, ഒരുമ്മക്ക് 4 മക്കളുണ്ടെങ്കിൽ 4 മക്കളും വ്യത്യസ്തമായ രീതിയിലല്ലേ, കൗണ്ട്ലെസ് വേസ് ഫോർ ഏർണിംഗ് ലിവ്ലിഹുഡ്. ജീവിക്കാൻ എന്തൊക്കെ വഴികളാണ് ഒരു പകലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നോർത്തു നോക്ക്, എന്തൊരു വൈരുദ്ധ്യമാണത്, അല്ലേ? എത്ര കോലത്തിലാണ് മനുഷ്യർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, പല പല കോലത്തിൽ. ഞാൻ ഇടക്കിടക്ക് ഉദാഹരിക്കാറുണ്ട്. ചിലപ്പോ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ട് വയസ്സായ വൃദ്ധന്മാർ. അവർ തലയിലൂടെ, കഴുത്തിലൂടെ ഒരു തോർത്തിട്ടിട്ട്, ആ തോർത്തിന്റെ രണ്ടറ്റത്തും ഒരു മരത്തിന്റെ കഷ്ണം അല്ലെങ്കിൽ ഒരു മരത്തിന്റെ പലക അതിൽ ഘടിപ്പിച്ച് അതിൽ നിറച്ച് സാധനങ്ങൾ വെച്ച് ഈ ചെറിയ ചെറിയ പിന്നും, സേഫ്റ്റി പിന്നും, ചീർപ്പും, കണ്ണാടിയും തുടങ്ങിയ ചെറിയ ചെറിയ സാധനങ്ങൾ വിൽക്കുകയാണ് അയാൾ. രാവിലെ തൂങ്ങിയതാണ് ആ വയസ്സായ വൃദ്ധന്റെ കഴുത്തിലെ ആഭാരം, അല്ലേ? ആ വയസ്സായ മനുഷ്യന്റെ കഴുത്തിൽ രാവിലെ കെട്ടിത്തൂക്കിയതാണ് ആ ഭാരം. അത് വെറും ഒരു സാധനത്തിന്റെ ഭാരമല്ല, വിശപ്പിന്റെ ഭാരമാണ് കൂട്ടരെ. എന്നിട്ട് വൈകുന്നേരം 5 മണി കഴിഞ്ഞ് ഓഫീസിൽ നിന്നും ആളുകൾ തിരിച്ചു പോകുമ്പോ എന്റെ കയ്യിൽ നിന്നും ഒരു മുട്ടുപിന്നിന്റെ പാക്കറ്റ് വാങ്ങിയാലോ എന്ന് ധരിച്ച് പ്രതീക്ഷയോടെ അതും തൂക്കി മണിക്കൂറുകളോളം നിൽക്കുന്ന മനുഷ്യരെ നാം കണ്ടിട്ടുണ്ട്. അതെ, അവർ ആഹാരം തേടുകയാണ്. ഞാനും നിങ്ങളും നടന്നു പോകുമ്പോ കണ്ടിട്ടുണ്ട്, നമ്മൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന ഈ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലുകൾ. ഏതോ നഷ്ടപ്പെട്ട വിലപിടിപ്പുള്ള സാധനം നഷ്ടപ്പെട്ടവൻ അവന്റെ സാധനവും നോക്കി തെരഞ്ഞു പോകുന്നത് പോലെ മനുഷ്യർ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? അവർ മനുഷ്യരെ കാണുന്നില്ല. എതിർദിശയിൽ വരുന്ന ബസ്സിനെയോ കാറിനെയോ എനിക്ക് ചുറ്റുമുള്ളതൊന്നും അവർ അറിയുന്നില്ല. അവരുടെ കണ്ണുകളിൽ അത് മാത്രമേ പതിയുന്നുള്ളൂ. കാരണം ഒരു ചാക്ക് നിറച്ചാൽ മാത്രം ഒരു കോലത്തിലാണ് മനുഷ്യർ, അല്ലേ? നമ്മൾ സ്വന്തം ചെരുപ്പ്, അല്ലേ? എന്റെ കാലിലിടുന്ന സ്വന്തം ചെരുപ്പ് കൈകൊണ്ടെടുക്കാൻ നമ്മൾ മടിക്കാറുണ്ട്. സ്വന്തം പിതാവിന്റെ ചെരുപ്പ് എടുക്കാൻ മക്കൾ മടിക്കാറുണ്ട്.
അല്ലെ? സ്വന്തം ഭാര്യ ആ ചെരുപ്പൊന്ന് എടുക്കുമോ എന്ന് പറയുമ്പോ കൈകൊണ്ടെടുക്കാൻ മടിക്കുന്നവരുണ്ട്. കാരണം അത് നിലത്ത് അഴുക്കിൽ ചവിട്ടുന്ന സാധനമാണ്, അത് കൈകൊണ്ട് തൊടാൻ പറ്റൂല എന്നാണ് നമ്മുടെ ധാരണ. എന്നാൽ ഏതന്യന്റെയും, എത്ര ചെറിയവന്റെയും എത്ര വലിയവന്റെയും ചെരുപ്പ് ഒരു ചെരുപ്പ് കുത്തിയുടെ അടുത്ത് കൊടുത്താൽ നെഞ്ചിലേക്ക് ഒരു ചേർത്ത് വെക്കലുണ്ട്, അത് തുന്നാൻ. നെഞ്ചിൽ ചേർത്ത് പിടിച്ച് പുഷ്പം പോലെ അവൻ അത് തുന്നും. ഒരു ദിവസം വയറ് നിറയാൻ 10 ചെരുപ്പ് നെഞ്ചോട് ചേർക്കണമെന്ന് വിധിച്ച റബ്ബ്. അല്ലേ? നമ്മളുടെ മാലിന്യം, കക്കൂസിലെ മാലിന്യം അത് നിറഞ്ഞു വരുമ്പോ അതിന്റെ സ്ലാബ് മാറ്റി കയ്യിൽ കയ്യുറ പോലും ഇല്ലാതെ അത് കൈകൊണ്ട് വടിച്ചെടുക്കുന്ന നോർത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? നമുക്ക് ഓർക്കുന്നുണ്ടോ? അങ്ങനെ ചെയ്താലേ അവര് ജീവിക്കുകയുള്ളൂ, അല്ലേ? ഇപ്പടുത്ത് ഞാനൊരു വീഡിയോ കാണുകയുണ്ടായി. നല്ല സുന്ദരിയായ ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടി, വളരെ സ്മാർട്ടായ ഒരു പെൺകുട്ടി, കോളേജിലെ ഒരു പ്രോഗ്രാമിൽ വെച്ച് അവരിങ്ങനെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോ ഈ കുട്ടിയുടെ സ്മാർട്ട്നെസ് കണ്ടിട്ട് തൊട്ടടുത്തയാൾ ചോദിച്ചു, പിതാവ് എന്താണ് ചെയ്യുന്നത്? അല്ലേ? കാരണം വലിയൊരു പിതാവിന്റെ മകളായിരിക്കും നീ, അല്ലെങ്കിൽ ഇങ്ങനെ പെർഫോം ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പൊ ആ കുഞ്ഞ് പറഞ്ഞത്, എന്റെ വാപ്പാക്ക് സ്ക്രാപ്പിന്റെ പണിയാണ് എന്നാണ്. അല്ലേ? എന്താ സ്ക്രാപ്പിന്റെ പണി? അപ്പോ സ്റ്റേജിൽ നിന്ന് കൂട്ടുകാരും ആളുകളും കളിയാക്കി ആക്രി ആക്രി എന്നാണ്. അതെ, ആക്രിക്കാരനാണ് വാപ്പ. പക്ഷെ മകൾ ഇങ്ങനെയാ. അപ്പൊ മകൾ പറഞ്ഞതാണ്, അല്ലെ, എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ. അങ്ങനെ തന്നെയാ. എന്റെ വയറ് നിറക്കാൻ ഞാൻ ചെയ്യുന്ന പണി ഏതും എനിക്ക് സീക്രട്ട് ആണ്, എനിക്ക് വലുതാണ്. എനിക്ക് വയറ് നിറയാൻ എന്റെ റബ്ബ് തന്ന പണിയാണത്. അതിലൊരു മാനക്കേടും വിചാരിക്കേണ്ടതില്ല. കാരണം എന്താ? മാനക്കേട് വിചാരിക്കരുത്. എന്താ കാരണം? എന്റെ ജീവിത മാർഗത്തിന് നിശ്ചയിച്ച ഈ വഴിയുണ്ടല്ലോ, അത് ഹ്യൂമൻ ചോയ്സ് മാത്രമല്ല, അല്ലാഹുവിന്റെ വിധിയും കൂടെ ഉണ്ട്. അതില് രണ്ടും അതിൽ മാനദണ്ഡമാണ്. നമ്മൾ തീരുമാനിച്ചതൊന്നുമല്ല, മറിച്ച് അല്ലാന്റെ തീരുമാനം കൂടെ ഉണ്ട് ഇതിനകത്ത്. ഏത് മനുഷ്യനാണ് ജീവിതത്തിൽ കഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നത്? എല്ലാവരും ആഗ്രഹിക്കുന്നത് സമൃദ്ധമായ ഒരു ജീവിതമാണ്. പക്ഷെ അല്ല എല്ലാവർക്കും കൊടുക്കുവോ? കൊടുക്കൂല. രാവിലെ മുതൽ വൈകുന്നേരം വരെ റോഡ് ചെയ്യുന്ന മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു വേള താറിങ്ങനെ തിളച്ചു പൊന്തി മറിയുമ്പോ അതിന്റെ ചൂടത്തവർ നിൽക്കുന്നത് കാണുമ്പോൾ നമ്മൾ പോലും മന്ദിച്ചു പോകും, ഇവർ മനുഷ്യരാണോ എന്ന്. അതെ, അവരുടെ തൊലിക്ക് റബ്ബ് ഒരു സഹിഷ്ണുത നൽകിയിരിക്കുന്നു. അവരുടെ കാലുകൾക്ക് അല്ലാഹു കരുത്ത് നൽകിയിരിക്കുന്നു. അവരങ്ങനെയാ, അല്ലേ? എന്നിട്ട് അവര് പണിയെടുത്തിട്ട് വല്ലതും നടക്കുന്നുണ്ടോ? രണ്ടറ്റവും മുട്ടുന്നുണ്ടോ? അവരങ്ങനെ കഷ്ടപ്പെട്ടിട്ടും അവർക്കൊന്നും നടക്കണില്ല. എന്നാ നമ്മളും വല്ല കഷ്ടപ്പാടുണ്ടോ? AC റൂമിനകത്ത് ചെയറിനകത്തിരുന്ന് വട്ടം കറങ്ങി രാവിലെ പോയി സംസാരിച്ച് ഉച്ചക്ക് ചോറും കഴിച്ച് ഇടനേരങ്ങളിൽ 2 തവണ അതിനിടക്ക് ചായ കുടിക്കാനും ഒക്കെ പോയി സുഹൃത്തുക്കളോട് ചാറ്റ് ചെയ്തൊക്കെ ഇരുന്ന് വൈകുന്നേരം മടങ്ങി വരുമ്പോ മാസം എനിക്കും എന്റെ കുടുംബത്തിനും അതും കഴിഞ്ഞ് അവസാനം കുറച്ച് സേവ് ചെയ്യാനുള്ള കുറച്ച് പൈസ അല്ല തരുന്നു. ഇതൊന്നും നമ്മുടെ യോഗ്യതയല്ല, എന്റെ കഴിവല്ല, എന്റെ തീരുമാനമല്ല, മറിച്ച് എന്റെ റബ്ബിന്റെ കാരുണ്യം കൂടെയാണ്. അല്ലെ? അങ്ങനെയൊക്കെ ഓർക്കണം. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക എല്ലാ ജോലിക്കും അതിൻ്റെതായ ഒരു മൂല്യവും മാന്യതയും ഉണ്ടെന്ന്. അല്ലെ? നമ്മളാരും ഇങ്ങനെ മനുഷ്യരെ ജോലി ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ മൂല്യം നിർണയിക്കരുത്. നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ മനുഷ്യരുടെ മൂല്യം നിർവഹിക്കുന്നത് അവൻ ചെയ്യുന്ന ജോലിയുടെ ക്രമത്തിലാണ്. മനുഷ്യന്മാർ പരസ്പരം പരിചയപ്പെടുമ്പോൾ പോലും പേര് പറയുന്നതിന് മുമ്പ് ഞാൻ സെക്രട്ടേറിയറ്റിലെ അണ്ടർ സെക്രട്ടറിയാണ് എന്നതാണ്. അവസാനം പോകുമ്പോഴാണ് മനുഷ്യന്റെ ഐഡന്റിറ്റി, നിന്റെ പേരെന്താ എന്ന് നമ്മൾ ചോദിക്കാറ്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ മനുഷ്യന്റെ മൂല്യം നിർണയിക്കുന്നത് അവൻ ചെയ്യുന്ന ജോലിയും
ആ ജോലി കൊണ്ട് അവന് കിട്ടുന്ന വരുമാനത്തിന്റെ കണക്കും നോക്കിയിട്ടാണ് നമ്മളൊക്കെ മനുഷ്യരുടെ മൂല്യം നിർണയിക്കുന്നത്. പടച്ചവനാണ്, തരം താഴ്ത്തിക്കളയരുത്. ഭൂമിയിൽ ഏറ്റവും കഷ്ടപ്പെടുന്ന മനുഷ്യർ, വിയർപ്പൊഴുക്കുന്ന മനുഷ്യരെ അല്ലാഹ്ക്ക് ഇഷ്ടമാണ്. ഫോർച്ചുനേറ്റ് ആണവർ, ഭാഗ്യം ചെയ്തവരാണവർ. ശരീരം കൊണ്ട് ഇങ്ങനെ എപ്പോഴും അധ്വാനിക്കുന്ന മനുഷ്യരെ അല്ലാഹ്ക്ക് ഇഷ്ടമാണ് എന്ന്. There is gracefulness and dignity in each profession. വിശപ്പടക്കാൻ വേണ്ടി മനുഷ്യൻ ചെയ്യുന്ന എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ഡിഗ്നിറ്റി ഉണ്ട്, റെസ്പെക്ട് ഉണ്ട്, അല്ലെ? ഇറ്റ് ഈസ് ദ പേഴ്സൺ ഡിസൈഡ്സ് ആൻഡ് നോട്ട് ദ സൊസൈറ്റി. മനുഷ്യനാണ് അതിന്റെ മൂല്യം അളക്കേണ്ടതും അതിന്റെ ഡിഗ്നിറ്റി എൻജോയ് ചെയ്യേണ്ടതും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതും അവരായിരിക്കണം. സൊസൈറ്റിക്ക് കൊടുക്കരുതത്. ഇപ്പോഴും നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ മുടിവെട്ടുന്ന സഹോദരങ്ങളുണ്ട്. മുടിവെട്ടുന്ന സഹോദരങ്ങൾ, ആ മുടിവെട്ടുന്ന സഹോദരങ്ങളുടെ വീട്ടിലേക്ക് മരുമകനായും മരുമകളായും കാലങ്ങളായി വരാറുള്ളത് അതേ കുടുംബത്തിൽപ്പെട്ട, അതേ ജോലി ചെയ്യുന്ന കുടുംബത്തിൽ നിന്നാണ്. വളരെ റെയറായിട്ടൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കാം. ഇന്നും മുസ്ലിം സമൂഹത്തിൽ ഇറക്കി വെക്കാൻ പറ്റാത്ത പാപഭാരങ്ങളിൽ ഒന്നാണ് ഇത്. നമുക്കിപ്പോഴും പറ്റണില്ല. എന്താണത് പറ്റാത്തത്? അത് പറ്റാത്തത് ബാർബർ, അത് എനിക്ക് പറയുന്നതിൽ അഭിമാനത്തോടെ എന്നത് ആ വാക്ക് പറയുമ്പോഴും ഒരു പോസിറ്റിവിറ്റി മനസ്സിലേക്ക് വരുന്നില്ലല്ലോ. നോക്ക്, വരാത്തത് എന്താ? ഇഫ് ഐ സേ അവൻ ഡോക്ടറാണ് എന്ന് പറയുമ്പോഴോ ഹൈ എനർജിയാണ്, അല്ലേ? ഇങ്ങനെ തിരതള്ളി വരുന്നത്. പക്ഷേ അതേ പഞ്ചൊന്നും ഈ പണിക്ക് ഇല്ലാണ്ട് പോയത് നമ്മുടെ മനസ്സിൽ അങ്ങനെ ആയതുകൊണ്ടാണ്, അല്ലേ? നമുക്ക് മുസ്ലിം ആവാന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. നമ്മൾ അറബി പേരുള്ള മുസ്ലിങ്ങൾ മാത്രമാണ്, അല്ലെ? മനസ്സുകൊണ്ടാവാൻ വലിയ പാടാണ്. ആറ്റിറ്റ്യൂഡാണത്. എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണണം. അപ്പോ ഏത് ജോലി ചെയ്യുന്നപ്പോ ഈ എന്റെ വർത്തമാനം കേൾക്കുന്ന 40 പേരുണ്ട്. ഇപ്പൊ ഇതില് 40 പേര് 40 വേ ഓഫ് ലിവ്ലിഹുഡിലാണ്, അല്ലെ? അത് ഏൺ ചെയ്യുന്നത് 40 രീതിയിലാണ്. ചെയ്യുന്ന ജോലി, അല്ലെ, അതിലൊരു ഡിഗ്നിറ്റി ഉള്ളിൽ കൊണ്ടു നടക്കേണ്ടത് അവനവനാണ്, അല്ലെ? വല്ലാത്ത കോൺഫിഡൻസ് അതിൽ ഉണ്ടായിരിക്കണം. വല്ലാത്ത സ്നേഹം ആ ജോലിയോടുണ്ടായിരിക്കണം. ഒരിക്കലും എന്നേക്കാൾ വലിയൊരു ജോലിയാണ് അവൻ ചെയ്യുന്നതെന്ന് ധരിച്ചേക്കരുത്. എന്നേക്കാൾ കുറഞ്ഞ ജോലിയാണ് മറ്റൊരാൾ ചെയ്യുന്നതെന്നും ധരിക്കരുത്. നമ്മളാണ്, മനുഷ്യരാണ്, മനുഷ്യന്റെ സംവിധാനങ്ങളാണ് ഇങ്ങനെയുള്ള ഈ അളവുകോലും വ്യത്യാസങ്ങളും ഒക്കെ വെച്ചിട്ടുള്ളത്. നമ്മുടെ പ്രവാചകന്മാർ, അവരെന്ന് നിങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ. ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ള 25 പ്രവാചകന്മാർ. യെസ്, ആദം വാസ് എ ഫാമർ. ആദം അലൈഹിസ്സലാം, ദ ഫോർച്യൂനേറ്റ് ആദം, ഭാഗ്യവാനായ ആദം അലൈഹിസ്സലാം, മൂപ്പരുടെ ജോലി ഇറ്റ് വാസ് എ ഫാമർ. ആദ്യം ഭൂമിയിലുണ്ടായ പ്രൊഫഷനാണ് ഫാമിംഗ്. കൃഷിക്കാരനാണ്. ഇദ്രീസ് അലൈഹിസ്സലാം, രണ്ടാമതുണ്ടാകുന്നത് ഇദ്രീസ് അലൈഹിസ്സലാം വാസ് എ ടൈലർ, അല്ലേ? ഒരു തുന്നക്കാരനാണ്. സ്വന്തമായി കുപ്പായം തുന്നുകയും മറ്റു മനുഷ്യർക്ക് കുപ്പായം തുന്നിക്കൊടുത്തുമാണ് വിശപ്പടക്കിയിരുന്നത്. നൂഹ് അലൈഹിസ്സലാം, അല്ലേ? നൂഹ് അലൈഹിസ്സലാം, ദ പവർഫുൾ നൂഹ്, 950 വർഷം പടച്ചവന്റെ മാർഗത്തിൽ ജീവിതം മാറ്റിവെച്ച നൂഹുണ്ടല്ലോ. ഹി വാസ് എ കാർപ്പന്റർ ആൻഡ് ദ സെയിലർ. ഒരു കാർപ്പന്ററാണ്. അതുകൊണ്ടാണ് കപ്പലുണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോ താമസിയാതെ അത് ചെയ്തു തുടങ്ങിയത്. അവസാനം ഒരു പ്രൊഫഷൻ അല്ല, ജീവിതം അവസാനിച്ചപ്പോൾ കുറെ പ്രൊഫഷൻ മൂപ്പര് നോക്കിയിരുന്നു. അതിൽ അവസാനത്തതാണ് ടു ദ സെയിലർ ആൻഡ് ദ മെറീനർ. ഫ്രം ദ കാർപ്പന്റർ ടു ദ സെയിലർ കുറെ പണികൾ എടുത്തിട്ടുണ്ട്, അല്ലേ? ഹൂദ് അലൈഹിസ്സലാം, ഹി വാസ് എ ട്രേഡർ, ഒരു കച്ചവടക്കാരനാണ് ഹൂദ് അലൈഹിസ്സലാം.
സാലിഹ്, സാലിഹ് അലൈഹിസ്സലാം നമ്മൾ കേട്ടിട്ടുണ്ട്. സാലിഹും സാലിഹിന്റെ ഒട്ടകവും. സാലിഹ് അലൈഹിസ്സലാം വാസ് എ മിൽക്ക് മാൻ. അതെ, പാൽക്കാരനാണ്. അതെ, ഒരു പ്രവാചകൻ പാൽക്കാരനാണ്. നമുക്ക് ബിലീവ് ചെയ്യാൻ പറ്റുമോ? കഥ പറഞ്ഞാൽ പോരല്ലോ, ഈ ഒരു വശമുണ്ട് അതിന്. ലൂത്ത് അലൈഹിസ്സലാം, ഹി വാസ് എ ട്രാവലർ. ഇബ്രാഹിം അലൈഹിസ്സലാം, ഹി വാസ് ആൻ ആർക്കിടെക്ട്. അല്ലേ, ഹി വാസ് ആൻ ആർക്കിടെക്ട്. കഅബയുടെ ആർക്കിടെക്ട് ആണ് മൂപ്പര്. ഇസ്മായിൽ അലൈഹിസ്സലാം വാസ് എ ഹണ്ടർ, വേട്ടക്കാരനാണ്. ഇസ്ഹാഖ് അലൈഹിസ്സലാം ഒരു ഷെഫേർഡ്, ആട്ടിടയൻ. യാക്കൂബ് അലൈഹിസ്സലാമും ഇടയവൃത്തി. യൂസഫ് ദ ഗ്രേറ്റ് ലേ എന്ന് നമുക്ക് പറയാവുന്ന, ഓർ ദ ബ്യൂട്ടിഫുൾ യൂസഫ്. ജോസഫ് എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ പറയുന്ന യൂസഫ് ആരാ നമുക്കറിയാം അല്ലേ? ദ ഗ്രേറ്റ് മിനിസ്റ്റർ, ദ ഫൈനാൻസ് മിനിസ്റ്റർ. ഈജിപ്ത് എന്ന് പറയുന്ന ആ നാട്ടിലെ മന്ത്രിയാണ് അദ്ദേഹം. ഷുഐബ് അലൈഹിസ്സലാം, ഹി വാസ് ആൻ അഗ്രികൾച്ചറിസ്റ്റ്. ശാസ്ത്രീയ കൃഷിരീതികൾ ശീലിച്ചയാളായിരുന്നു അദ്ദേഹം. അയ്യൂബ് അലൈഹിസ്സലാം വാസ് എ ഫാമർ, കൃഷിക്കാരനാണ്. ദുൽകിഫ്ലി എന്ന് ഇസക്കിയേൽ എന്ന് മറ്റു സഹോദരങ്ങൾ പറയുന്ന ദുൽകിഫ്ലി, ഹി വാസ് എ ബേക്കർ. അല്ലെ, ബേക്ക് ചെയ്യുന്ന ആളായിരുന്നു. മൂസ അലൈഹിസ്സലാം നമുക്കറിയാം, ഹി വാസ് എ ഷെഫേർഡ്, ഇടയനാണ്. ഹാറൂൻ അലൈഹിസ്സലാം വാസ് എ വിസിയർ ഓർ ദ ഡിപ്ലോമാറ്റ്. ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് കാര്യങ്ങൾ നടത്തി കൊടുക്കുന്ന ഡിപ്ലോമാറ്റ് ആയിരുന്നു ഹാറൂൻ. ദാവൂദ് അലൈഹിസ്സലാം, ഹി വാസ് എ ബ്ലാക്ക് സ്മിത്ത്, കൊല്ലപ്പണിക്കാരൻ, കൊല്ലൻ എന്ന് നമ്മൾ പറയാറില്ലേ. സുലൈമാൻ അലൈഹിസ്സലാം, ദ ഗ്രേറ്റ് സോളമൻ വാസ് ദ കിങ്, അദ്ദേഹം രാജാവായിരുന്നു. ഇല്യാസ് അല്ലെങ്കിൽ എലിയാസ്, ഹി വാസ് എ വീവർ, അദ്ദേഹം ഷർട്ടൊക്കെ ഇങ്ങനെ വീവ് ചെയ്യുന്ന, തുണികൾ വീവ് ചെയ്യുന്ന ആളായിരുന്നു. അല്യസ്, എലിസ എന്ന് ക്രിസ്തീയ സഹോദരങ്ങൾ വിളിക്കുന്ന അല്യസ്, he was a political activist. യൂനുസ് അലൈഹിസ്സലാം was a fisherman, അദ്ദേഹം മുക്കുവനാണ്. സക്കറിയ അലൈഹിസ്സലാം was a carpenter. ഈസ അലൈഹിസ്സലാം was a doctor. രോഗം മാറ്റുന്ന പണിയായിരുന്നു ഈസാക്കുണ്ടായിരുന്നത്. And the seal of the prophets, our beloved prophet Muhammad sallallahu alaihi wasallam was a shepherd and a trader. ഇടയനും കച്ചവടക്കാരനുമായിരുന്നു. അപ്പൊ നമ്മുടെ പ്രവാചകന്മാർ തന്നെ വ്യത്യസ്തമായ വരുമാന മാർഗമാണ്, ലിവ്ലിഹുഡിലൂടെയാണ് അവരെല്ലാം കടന്നു പോയിട്ടുള്ളത്. ഇതിനർത്ഥം നമുക്കും ജീവിതമാർഗത്തിന് ഏത് വഴിയും തിരഞ്ഞെടുക്കാം എന്നതാണ്. അടുത്ത ക്ലാസ്സിൽ പറയാം. അതില് നമ്മൾ ആലോചിക്കേണ്ടത്, എല്ലാ പണിക്കും അതിന്റെ സൗന്ദര്യമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞില്ലേ. There is unimaginable beauty and peacefulness in striving hard for livelihood. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനോട് ഉപദേശിച്ച ഒരു ഉപദേശമാണത്. അലി, ജീവിതം മനുഷ്യന്റെ ജീവിതത്തിന് ഇല്ലാത്ത സൗന്ദര്യവും ആനന്ദവും നൽകൂട്ടോ. നമുക്ക് കാണിക്കാൻ പറ്റുമോ അങ്ങനെ സൗന്ദര്യത്തെ കുറിച്ച്? കസാടിന് സൗന്ദര്യമുണ്ടോ? എങ്ങനെ സൗന്ദര്യം ഉണ്ടാവുക? ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് അല്ലേ, എന്താ പറയാറുള്ളത്? നമ്മുടെ വീട്ടിലെ കുടുംബനാഥൻ അല്ലെങ്കിൽ നമ്മുടെ വാപ്പ രാവിലെ ഇറങ്ങുമ്പോ വാപ്പ നിങ്ങൾ എവിടുക്കാണെന്ന് പണിക്ക് പോകുന്നത് എന്ന് ചോദിച്ചാൽ, പഴയ കാലത്തെ കഥ പറയാണ്,
എവിടേക്കാണ് താങ്കൾ ഇന്ന് ജോലിക്ക് പോകുന്നത് എന്ന് ചോദിക്കുമ്പോ മിണ്ടാതെ തല താഴ്ത്തി ഒരു പോക്കുണ്ട് അല്ലേ? അത് പറയാത്തത് എന്താണെന്നറിയോ? എവിടേക്കാണ് പോവേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. വരുമാന മാർഗം തേടി എവിടേക്കാണ് പോവേണ്ടതെന്ന് അവർക്കറിയില്ല. ഇന്ന് ബംഗാളി സഹോദരങ്ങൾ നേരം പുലരുന്ന സമയത്ത് കിഴക്കേ കോട്ടയിൽ നിങ്ങൾ ആ കാഴ്ച ഒന്ന് കാണണം. വിൽക്കാൻ വെച്ച മനുഷ്യരെ പോലെ അവരിങ്ങനെ നിൽക്കണം. ഏതെങ്കിലും ആളുകൾ ബൈക്കിലും കാറിലും വന്നിട്ട് ഏതെങ്കിലും രണ്ടുപേരെ കൊണ്ടുപോകും. ഒരു കാറ് നിൽക്കുമ്പോഴേക്കും അത് സ്ലോ ആകുമ്പോഴേക്കും അവർക്കറിയാം ആരെയോ തേടിയാണ് വരുന്നത്. അപ്പോഴേക്കും ഒരുപാട് ആളുകൾ ഇങ്ങനെ ഓടി വരും. ഓടി വരുമ്പോ ശരീരമൊക്കെ അല്പം തടി തോന്നുന്ന, ഇവൻ നല്ല ജോലി എടുക്കും എന്ന് തോന്നുന്ന രണ്ടുപേരെ വിളിച്ചു കൊണ്ടുപോകും. അങ്ങനെ ആരോഗ്യമുള്ള നല്ല പണിയെടുക്കാൻ കെൽപ്പുണ്ട് എന്ന് ഈ വരുന്നവർ വിചാരിക്കുന്ന ഇവരൊക്കെ കൊണ്ടുപോയി അവസാനം അത്രയൊന്നും ശരീരമില്ലാത്ത വയസ്സായ കുറെ ആളുകൾ ബാക്കിയാവുന്ന കാഴ്ച അത് വളരെ ദയനീയമാണ്. അവർക്കറിഞ്ഞുകൂടാ ഇന്നത്തെ ദിവസം അവസാനിക്കുമ്പോ എവിടെ നിന്നാണ് എന്റെ വയറ് നിറയുക എന്ന് അവർക്കറിഞ്ഞൂടാ. ഇതേപോലെയായിരുന്നു പണ്ട് നമ്മളെ. അപ്പൊ രാവിലെ വാപ്പ ജോലിക്ക് പോകുമ്പോ എവിടേക്കാണെന്ന് പോയിക്കുമ്പോ ഒരു സ്നേഹത്തോടെ ചോദിക്കാണ്, എവിടേക്കാണ് നിങ്ങൾ പോണം? ഒന്നും മിണ്ടാതെ ഇറങ്ങി പോകും. കാര്യം അസ്വസ്ഥപ്പെട്ട് പോവുക. ഏത് ദിക്കിൽ പോയാലാണ് എനിക്ക് ജോലി കിട്ടുക, ഇന്ന് എന്തെങ്കിലും ഒരു പണി കിട്ടുക എന്നറിയില്ല. പക്ഷേ തിരിച്ചു വരുമ്പോ ഒരു സന്തോഷമുണ്ട്. തിരിച്ചു വരുമ്പോ അന്ന് ജോലി കിട്ടിയാൽ കിട്ടിയ പൈസക്ക് മുഴുവൻ ഒരു കീശയിൽ നിറച്ച് സാധനങ്ങളുമായി പിതാവ് കയറി വരുമ്പോ വീട്ടിലെ സകല മനുഷ്യരും പുറത്തേക്ക് ഇറങ്ങും. ആദരവാണത്. എന്തിനാ പുറത്തേക്ക് ഇറങ്ങുന്നത്? പാപ്പ ഇങ്ങനെ ഉള്ളിൽ കയറുന്നതിന് മുമ്പ് ബാക്കിയുള്ള മനുഷ്യരെല്ലാം പുറത്തേക്ക് ചാടിയിട്ട് ആ മനുഷ്യനെ, ദ ഹീറോ, ആ ഹീറോയെ സ്വീകരിക്കാൻ വീട്ടിലെ ഭാര്യയും മക്കളും പുറത്തിറങ്ങി കയ്യിലുള്ള സാധനം വാങ്ങി വെച്ച് അവരുള്ളിലേക്ക് കയറി വരുമ്പോ ഒരു സമാധാനമുണ്ട്. എന്നിട്ട് അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കും. ഭക്ഷണം ഉണ്ടാക്കിയിട്ടോ അല്ലെ, അതിങ്ങനെ വാങ്ങി വെക്കുമ്പോ ഒരു സന്തോഷമുണ്ട്. എന്നിട്ട് കൗതുകത്തോടെ വീട്ടിലെ സകല മനുഷ്യരും ആ പൊതിയിലേക്ക് നോക്കുമ്പോ ആ സന്തോഷം കാണുമ്പോ ഈ രാവിലെ മുതൽ വൈകുന്നേരമുള്ള കഷ്ടപ്പാടിന്റെ വേദന മുഴുവൻ ആ കുടുംബനാഥൻ മറക്കും. എന്നിട്ട് ചൂടുള്ള വെള്ളത്തിൽ ഇങ്ങനെ കുളിച്ച് വരുമ്പോഴേക്കും ഭക്ഷണം റെഡിയാക്കി എല്ലാവരും ഒരുമിച്ചിരുന്നൊരു കഴിക്കലുണ്ട്. അത് കഴിക്കുന്നത് കുടുംബനാഥൻ കാണുമ്പോ അദ്ദേഹം അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട്. എന്നിട്ട് ഭക്ഷണം വിളമ്പുമ്പോ അതിന്റെ മുഖ്യ ഓഹരി ഈ മനുഷ്യന് കൊടുക്കുമായിരുന്നു. അത് കൊടുത്തത് നാളെയും ഇതുപോലെ പണിയെടുക്കാൻ ആ മനുഷ്യനോടുള്ള ആ കുടുംബത്തിലെ ആളുകളുടെ കരുതലാണ് കുട്ടിരെ അത്, അല്ലേ? എന്നിട്ട് പെട്ടെന്നുറങ്ങിക്കോ, വാപ്പാക്കുറങ്ങണം എന്ന് നമ്മളെല്ലാവരും പറയും. കാരണം എന്താ? തളർന്ന് ക്ഷീണിച്ചു വരുന്ന പിതാവിനെ ഉറക്കാൻ വേണ്ടി കുടുംബത്തിലെ സകല മെമ്പർമാരും മുന്നേ ഉറങ്ങാൻ പോകുന്ന സാക്രിഫൈസിനെ കുറിച്ച് പുതിയ തലമുറ മനസ്സിലാക്കണം. ഇന്ന് എന്റെ പിതാവിന്റെ കാലം കഴിഞ്ഞ് ഞാനാകുന്ന വാപ്പയിലേക്ക് കാലം മാറിയപ്പോ, അഥവാ ഒരു ജനറേഷൻ മാറിയപ്പോ, രാവിലെ മുതൽ വൈകുന്നേരം വരെ എനിക്കെവിടെയാണ് പോവേണ്ടത് എന്ന് എനിക്കറിയാം. എല്ലാ ദിവസവും ഒരേ ദിശയിലേക്ക് സഞ്ചരിച്ചാൽ മതി. ഒരേ കസേരയിൽ ഞാൻ ഇരുന്നാൽ മതി. ഒരേ സ്ഥലത്തേക്ക് എന്നും പോയാൽ എനിക്ക് വയറ് നിറക്കാൻ റബ്ബ് തരും. പഴയ പോലെ 4 ദിക്കുകളിലേക്ക് അവൻ നോക്കണ്ട. എന്നിട്ട് തിരിച്ചു വരുമ്പോ എല്ലാ ദിവസവും 2 കൈകളിലും പൊതിയുമായി ഞാൻ തിരിച്ചു വരുമ്പോ ഇന്ന് ഉമ്മറപ്പടിയിൽ സ്വീകരിക്കാൻ എന്റെ ഇന വരില്ല, എന്റെ കുട്ടികൾ വരില്ല. എന്റെ കയ്യിൽ ഞാൻ കൊണ്ടുവന്നത് എന്താണെന്ന് അവർക്കറിയേണ്ടതില്ല. ഞാൻ അതൊരു മൂലയിൽ വെച്ച് ഒതുങ്ങി പോകുക, അവർക്കാവശ്യമുള്ളത് അതിൽ നിന്ന് എടുക്കുക. ഈ അവസ്ഥ വന്നതിന്റെ പിറകിൽ പടച്ച തമ്പുരാൻ നമ്മുടെ വയറ് നിറക്കാൻ ഒരുപാട് വഴികൾ തന്നപ്പോ എല്ലാ ജീവിതത്തിന്റെ ഭംഗിയും ജീവിതത്തിന്റെ എല്ലാ സമാധാനവും നമ്മൾക്ക് നഷ്ടപ്പെട്ടു എന്നതാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്
മഹാനായ അലിയോട് ലോകത്തിന്റെ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞത്, ഓ അലി, there is unimaginable beauty and peacefulness in striving hard for livelihood. അതെ, ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ ജീവിതത്തിന് സമാധാനവും ഭംഗിയും കൂടുതലാണ് എന്നാണ്, അല്ലെ? അപ്പൊ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിന്റെ ബാക്കിയുള്ള 2-3 സങ്കല്പം കൂടെ പറഞ്ഞു തീർക്കുമ്പോഴാണ് ഇതിലൊരു പൂർണ്ണത വരുന്നത്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. പടച്ച തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങൾക്കും സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വളർന്നു വരുന്ന മക്കൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീടുകളിൽ വളർന്നു വരുന്ന തലമുറക്ക് പടച്ച തമ്പുരാൻ അവരുടെ തോന്നലുകൾക്കും ചിന്തകൾക്കും ഒക്കെ ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വീടുകളിൽ വളർന്നു വരുന്ന പെൺമക്കൾക്ക് അവരുടെ ശരീരത്തെ കാമിച്ച് കൊത്തിപ്പറിക്കാൻ വരുന്ന കഴുകന്മാരുടെ കുതന്ത്രത്തിൽ നിന്ന് സ്വന്തം ശരീരത്തെ കാത്തു സൂക്ഷിക്കുവാനുള്ള കരുത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇണകളാലും മക്കളാലും പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.